നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമുക്കൊരു കുട്ടി ഫങ്ഷൻ ഉണ്ട്. അയ്യോ, കുട്ടി ഫങ്ഷൻ. ഒരു ആദ്യ കുർബാന, ഒന്നല്ല 2 ആദ്യ കുർബാന നമ്മുടെ ഹൗസ് ഓണറുടെ പിള്ളേരുടെയാണ് കേട്ടോ. 2 ആൺപിള്ളേരുടെ ആദ്യ കുർബാനയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പോവുകയാണ്. പള്ളിയിൽ 10:30ക്കാണ് പറഞ്ഞത്, പക്ഷേ പള്ളിയിലെ സമയമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഗിഫ്റ്റൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. മമ്മിയും പ്രത്യേക കാര്യം, അവക്കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടില്ല. അവക്കുഞ്ഞിനെ കൊണ്ടുവരാനായിരുന്നു പ്ലാന്. പക്ഷേ അവൾക്ക് രാവിലെ ഇന്നലെയൊക്കെ തൊട്ട് ചെറിയായിട്ട് ചുമയ്ക്കുന്നുണ്ട്. അപ്പോൾ അവളെ ഈ ക്ലൈമറ്റിൽ ഇത്ര ആൾ കൂടുന്നിടത്ത് കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചു. പനിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചുമയുണ്ട്. അപ്പം അതുകൊണ്ട് മമ്മിയും അവക്കുട്ടനും ആദിക്കുട്ടനും വീട്ടിലുണ്ട്. 2 പേരും കൂടെ വഴക്കം ഉണ്ടാക്കും, അതാണൊരു പേടി. ഒരാൾ തന്നെയാണെങ്കിൽ മമ്മിക്ക് മാനേജ് ചെയ്യാം സുഖമായിട്ട്. ഇപ്പം മമ്മിയുടെ കൂടെ അവൾ നിന്നോളും. 2 പേരാകുമ്പോഴത്തേക്കും ആദിക്കുട്ടനും ആവക്കുട്ടിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞോണ്ടലും പിടിക്കലും പൊളിക്കലും ഒക്കെ ഉണ്ട്. 2 കൂടെ വഴക്കുണ്ടാക്കും. അപ്പം മാനേജ് ചെയ്യാനായിട്ട് ഇത്തിരി പാടാണ്. അപ്പം ഞങ്ങൾ പോയിട്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ലേറ്റായിട്ട് ഇറങ്ങിയത് കേട്ടോ. പോയിട്ട് വേഗം വരാം എന്നുള്ള ഒരു ധാരണയിൽ പോവാണ് അല്ലേ ചാച്ച? അപ്പം അങ്ങനെ പോവാണ്. വഴിയിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ, ഭയങ്കര തിരക്ക്, നല്ല തിരക്കുണ്ട്. എന്ത് സംഭവമൊന്നുമില്ല. ഇന്ന് ഇട ദിവസം ഒന്നല്ലോ, ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ. പക്ഷെ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. അപ്പം ഏതായാലും ഞങ്ങൾ ഫംഗ്ഷനൊക്കെ പോയിട്ട് വരട്ടെ. അവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നോക്കണം എന്ത് ചെയ്യുന്നു, മക്കളൊക്കെ എന്തെടുക്കുന്നു എന്നുള്ള കാര്യം. വഴക്കുണ്ടാക്കും എന്നുള്ള ചെറിയ പേടിയേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഞോണ്ടലും പിടിക്കലും, അതാണ് പ്രശ്നം. അല്ലാണ്ട് തമ്മി വേറെ പ്രശ്നമൊന്നുമില്ല. ഭയങ്കര സ്നേഹമാണ്. അതീന്ന് വിളിച്ചാൽ എൻ്റെ ദൈവമേ തികച്ച് വിളിക്കില്ല അവൾ. അതുപോലെ സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേർക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു കുസൃതികളെ നോക്കിയിരിക്കുമ്പോഴാണ് വഴക്കുണ്ടാക്കുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം എന്തായാലും ഞങ്ങൾ പോട്ടെ. അപ്പം നമ്മളങ്ങനെ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിൽ എത്തിയിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ ഒരുപാട് നേരത്തെ എത്തി. പള്ളിയിൽ പോകാത്തതുകൊണ്ട് കുറേ അധികം നേരത്തെ എത്തിയായിരുന്നു. അത് ഞങ്ങൾ കുറച്ച് നേരം താഴെ ഹൈപ്പർ മാർട്ടിൽ കൂടെയൊക്കെ നടന്നതിന് ശേഷമാണ് ഉള്ളിൽ കയറിയത് കേട്ടോ. എല്ലാവരും വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അകത്ത് കയറിയത്. അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്, അതാണ് ഞാൻ അധികം കാണിക്കാത്തത്. അപ്പം നമ്മുടെ ഫുഡിൻ്റെ ടൈം ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമ്മുടെ ഫംഗ്ഷനും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ. ഏകദേശം 3-4 മണിക്കൂറായി ഞങ്ങൾ ആവക്കുഞ്ഞിനെയും മമ്മീനെയും ആദ്യക്കുട്ടനെയൊക്കെ പിരിഞ്ഞിരിക്കുന്നു. ആവക്കുട്ടി ഇടയ്ക്ക് വീഡിയോ കോളൊക്കെ വിളിച്ച് ആവക്കുഞ്ഞ് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇത്തിരി വഴക്കൊക്കെ ഉണ്ടാക്കിയാലും മമ്മി പറയില്ല കേട്ടോ. മമ്മി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും, അതാണ് മിണ്ടില്ല. കാരണം ഈ നമ്മൾ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വഴക്കാന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചിട്ട് പോവുകയല്ലോ. അപ്പോൾ അത് ഓർക്കുമ്പോൾ മമ്മി എന്താ പറയുക, പറയത്തില്ല. അപ്പം അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലാന്നാണ് പറഞ്ഞേ. അറിയത്തില്ല, ചെന്ന് നോക്കട്ടെ. ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ഫുഡ് കഴിച്ചു. 2 മണിയായി, സമയം 2:11 മമ്മി കഴിക്കാൻ സാധ്യതയില്ല, കഴിക്കില്ല. കാരണം 2 കുഞ്ഞുമക്കളെയും കൂടെ ഉള്ളത് കൊണ്ട് കുളിപ്പിച്ചൊക്കെ കുളിപ്പിച്ചായിരുന്നോ? കുഞ്ഞിനെ അന്നേരം കുളിപ്പിച്ചു ആദ്യക്കുട്ടനെ കുളിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അവളെ നോക്കണ്ടേ. ഓക്കെ, അപ്പം നമ്മളെത്തി. അപ്പം ഞങ്ങൾ ഫംഗ്ഷനും പരിപാടികളെല്ലാം കഴിഞ്ഞ് വന്നു. ആവക്കുട്ടി കുളിച്ചു, നല്ല സുന്ദരി കുട്ടിയായി, പൊട്ടൊക്കെ തൊട്ടു. ഇല്ല ആവട്ടാ, ഞാൻ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പം അങ്ങ് നിന്ന് സാധനം ഓടി വന്നെയാണ് കേട്ടോ. അച്ചാച്ചൻ പല്ലൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. അപ്പം അധികം സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അച്ഛയുടെ ഒരു അണപ്പല്ല് കേടായിരുന്നു. കേടെന്ന് പറഞ്ഞാൽ അത് തീരായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത് അടപ്പിക്കാനൊന്നും പറ്റുന്നൊരവസ്ഥയൊന്നുമല്ലായിരുന്നു. എടുത്തു കളയാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം അത് എടുത്തു കളഞ്ഞു. എന്നെ പറ അച്ചാച്ചൻ്റെ
അപ്പം അതുകൊണ്ട് അച്ചാച്ചൻ റെസ്റ്റിലാണ്. 2 ദിവസമായി പലയിടത്തിട്ട്. ജോണി പാടും, ഞങ്ങൾ കാക്കേ പാടും. ഇല്ല ഔട്ടാ പാടി കേൾപ്പിക്കാവോ എല്ലാവരെയും? വാ ഇങ്ങോട്ട് വാ. ഫോണോട് വെച്ച് ചിച്ചി ഫോണിലല്ല പാട്ട് പാടുന്നത്, അല്ലാണ്ട് പാട്. വേനോ? ഓ എൻ്റെ പൊന്നെ. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉണക്കമീൻ വറുത്തതാണ് കേട്ടോ. ഉണക്കമീനിൻ്റെ കൂടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് മീനിൻ്റെ ഒരു ടേസ്റ്റ് ഉപ്പ് ഒക്കെ കൂടി പിടിച്ചിട്ട് ആ മുളകിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ദിവസം ഇടും, പക്ഷേ അത് അച്ഛക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഇടാത്തതാണ്. എങ്ങനെയാണ് ഇപ്പം മീൻ വറുക്കുന്നത് എന്നൊന്നും. പിന്നെ നമ്മുടെ അമ്പിളി ചേച്ചി തന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് അവൾ തന്നെ എടുത്തുകൊണ്ട് വന്നാണ്. തല വെക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെ എടുത്തുകൊണ്ട് തന്നതാണ് കേട്ടോ. കയ്യിൽ ഇത് വെച്ച് തരണം, ഇത് വെച്ച് തരണം. ഇപ്പം എന്ത് കണ്ടാലും വേണമെങ്കിൽ ഇത് വേണം, അത് വേണ്ട, മതി, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അവൾ പറയും കേട്ടോ. ഇന്നിനി ഉച്ച കഴിഞ്ഞ് നമുക്ക് ആ കുട്ടിയും കൊണ്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം. വേറെ ഒന്നല്ല, അവൾക്ക് ചുമയാണ് കേട്ടോ. ചുമ അത് പകൽ സമയത്തൊന്നും അങ്ങനെ ഇല്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇച്ചിരി ചുമയ്ക്കും, പിന്നെ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. നമ്മൾ പിന്നെയും പ്ലാൻ മാറ്റും, വേണ്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പക്ഷെ രാത്രി ആകുമ്പോഴത്തേക്കും പിന്നെ ചുമയാണ്. നല്ലപോലെ ഉറങ്ങുന്നതിന് വരെ ചുമച്ച് ഇങ്ങനെ ചാടി എഴുന്നേറ്റുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു രാവിലെ പോകണമെങ്കിൽ 7 മണിയൊക്കെ ആകുമ്പോൾ പോയി ചീട്ടെടുക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അത്രയും നേരത്തെ പോകാൻ അച്ഛൻ പല്ലൊക്കെ എടുത്തിരിക്കുന്നതുകൊണ്ട് അത് ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിച്ചു ഉച്ച കഴിഞ്ഞിട്ട് OP-യിൽ കൊണ്ടുപോയി കാണിക്കാമെന്ന് ഓർത്തിരിക്കുവാണ്. അപ്പോൾ എന്താ പറയുന്ന തരത്തിൽ കാര്യം, നമ്മൾ ചുമ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ സിറപ്പും കാര്യങ്ങളും എല്ലാം കൊടുത്തിയാണ് കേട്ടോ. നമുക്ക് ഡോക്ടർ ഓൾറെഡി തന്നേക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്, അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് കൊടുത്താണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ടുള്ള ചുമയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ചുമയല്ല. പക്ഷെ രാത്രിയിൽ ഒരുമാതിരി നല്ലപോലെ ചുമയ്ക്കുന്നുണ്ട്. ഡ്രൈ കഫ് രാത്രിയിലൊക്കെ ഒരുമാതിരി ഡ്രൈ ആയിട്ട് ചുമയ്ക്കും, പകലൊക്കെ ഇച്ചിരി കഫും കൂടിയൊരു ചുമ. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തായാലും അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. ഉച്ച കഴിയുമ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളൊന്ന് പോയി. കഴിഞ്ഞ ദിവസം പോയിട്ട് അവിടെ ചെന്നപ്പോൾ നമ്മൾ കാണാൻ ചെന്ന ഡോക്ടറില്ല. കാര്യം നമ്മൾ വിളിച്ചിട്ട് പോയാൽ മതിയായിരുന്നു, നമ്മുടെ പൊട്ടത്തരം. പക്ഷേ ചെന്നപ്പോൾ ഡോക്ടറില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. വേറെ ആരെയും കാണിക്കാൻ തോന്നിയില്ല, അവിടെ ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ഇനിയിപ്പം ഇന്നൊന്നുകൂടി വിളിച്ച് ചോദിച്ചിട്ട്, ഇനി ഡോക്ടർ വരെ ലീവ് ആണോ എന്ന് അറിയത്തില്ല. പിന്നെ ഒന്നുകൂടി വിളിച്ച് ചോദിച്ചിട്ട് അവളെ കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുവാണ്. നല്ല വെയിലാണ് കേട്ടോ, അടിപൊളി വെയിൽ. നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോസ് ഇടാറേ ഇല്ല. ലോങ് വീഡിയോസ് എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഓരോ വീഡിയോ ഒക്കെ ഒരാഴ്ച മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആയിരിക്കും, നമ്മളിപ്പം അത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാൻ സമയമില്ല. ഇങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര എന്താണെന്നറിയില്ല, ഭയങ്കര മടിയാണ് ഇപ്പോൾ വീഡിയോ ചെയ്യാൻ. സമയവും നമുക്ക് കിട്ടുന്നില്ല. എല്ലാ കാര്യങ്ങളോട് ചെയ്ത് വരുമ്പോഴത്തേക്കും വീഡിയോ ഇടാനുള്ള സമയമില്ല. അപ്പോൾ 1-2 പേരൊക്കെ നമുക്ക് നേരത്തെയൊക്കെ നമ്മളൊരു വീഡിയോ ഇടാതിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമുക്ക് കമൻറ്റായിട്ടും മെസ്സേജായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ 1-2 പേരൊക്കെ ചോദിക്കും, കാരണം ഇപ്പോൾ ആളുകൾക്ക് ശീലമായി നമ്മൾ ഇടാറില്ലാത്തതുകൊണ്ട്. അപ്പം എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമ്മളിതാണ് ഞാനന്നേരം ന്യൂ ഇയർ ആയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഒന്നിടവിട്ട്, അതായത് 1-2 ദിവസങ്ങളിലെങ്കിലും ലോങ് വീഡിയോ ഇടണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷേ എന്ത് ഇടാനാണെന്നുള്ളൊരു ചിന്ത വരും കേട്ടോ. ഒന്നും തന്നെ നമുക്ക് ചെയ്യാനില്ല. പിന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസിൻ്റെ പുറകെ പോകുമ്പം കുഞ്ഞിൻ്റെ ചാനലിലും ഈ ചാനലിലും എല്ലാത്തിനും ഷോർട്ട് വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും അത് എഡിറ്റ് ചെയ്ത് പെറുക്കി വരുമ്പോഴത്തേക്കും ഒരു പരുവം. പിന്നെ നമ്മൾ ഓവറായിട്ട് ഫോൺ യൂസ് ചെയ്യുമ്പം അവൾ ഫോണിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പരിപാടിയും തന്നെ ഫോണിലായതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാനും പറ്റത്തില്ല, അവളുടെ മുമ്പിൽ വെച്ച് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഫോണിന് വേണ്ടി അവൾ വഴക്കുണ്ടാക്കും. നമ്മൾ ആദ്യമേ തന്നെ എടുത്തൊരു പ്ലാനായിരുന്നു, ഒരു കാരണവശാലും കുഞ്ഞിനെ ഫോൺ കാണിക്കില്ല എന്നുള്ളൊരു തീരുമാനം കേട്ടോ. അപ്പോൾ ഇതുവരെ അതിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കാതെ നിൽപ്പുണ്ട്. ഫുഡ് കഴിക്കാൻ ഇപ്പോൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല, അത്രേ ഉള്ളൂ. ഫോൺ കാണിച്ചിട്ട് ഫുഡ് കഴിക്കണ്ട എന്നുള്ളൊരു ഉറച്ച തീരുമാനം അത് ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ശരിയല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം കേട്ടോ. കാരണം നമ്മളോട് ഡോക്ടേഴ്സ് ആണെങ്കിൽ നേരത്തെ പറയും, ഇപ്പം അവർക്ക് വേണമെങ്കിൽ അവർ കഴിക്കും, ഓവറായിട്ട് അവരെ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല, പിന്നെ ഫോണൊക്കെ കാണിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും അവൾക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ ഫോണൊക്കെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും അവൾക്ക് ഫോണിനോടൊരു ഇതുണ്ട് കേട്ടോ. എന്നിട്ട് ഫോൺ എടുത്തുകൊണ്ട് കൈ കൊണ്ട് തന്നിട്ട് അവളിങ്ങനെ ഓണാക്കി തരാനായിട്ട് പറയും നമ്മളോട്. കൊടുത്തില്ലെങ്കിൽ കരച്ചിലും പിടിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം അതൊന്നും കൊടുക്കാതെ ഒഴിവാക്കി നിർത്തിയേക്കാണ്. അപ്പോൾ എന്തായാലും ഇടയ്ക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് വരാം.
ഇപ്പോൾ ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതങ്ങനെയൊക്കെ പോയി കുറേ സമയമൊക്കെ നമ്മൾ പോയി. കൊള്ളായിരുന്നു. വലിയ ഗ്രാൻഡ് ഫംഗ്ഷനൊന്നും അല്ല, ചെറിയ ഫംഗ്ഷനായിരുന്നു. കുറച്ച് ആളുകൾ മാത്രം കേട്ടോ, റിലേറ്റീവ്സിൻ്റെ നമ്മളൊന്ന് 2 ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു കുഞ്ഞു ഫംഗ്ഷനായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മമ്മി ആദ്യക്കുട്ടനും കുഞ്ഞും എന്താ വരാഞ്ഞെന്ന് എല്ലാവരും അന്വേഷിച്ചു. ഒരുപാട് പേര് അവരെ കൂടെ കൊണ്ടുവരാൻ മേലായിരുന്നു എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസ് ആയിട്ട് നാളെ വരെ എല്ലാവർക്കും ടാറ്റാ ബൈ.